Hello students, welcome to XandY Learning. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള പല ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാ സ്കൂളിൽ പോകുന്നത്, എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ എക്സാമുകൾ എഴുതുന്ന സമയത്തും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ടാകും എന്തിനാണ് നമ്മൾ ഈ എക്സാമുകളൊക്കെ എഴുതുന്നത് എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണോ, അല്ലെങ്കിൽ അതോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രേഡ് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാർക്ക് തരാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണോ. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. ഫ്രണ്ട്സിനിടക്ക് തന്നെ നിങ്ങൾ തമാശക്ക് അങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് ഈ പരീക്ഷയൊക്കെ എഴുതുന്നത് അല്ലേ. അപ്പോൾ എന്തിനോ വേണ്ടി നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പല A+കളും അങ്ങനത്തെ ഗ്രേഡുകളും കിട്ടാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താണ് ജീവിതത്തിൽ ഇതുപോലുള്ള എക്സാമുകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വെറും ഒരു ഗ്രേഡ് അല്ലെങ്കിൽ വെറും ഒരു ഫുൾ A+ എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കൂളിലെ ടോപ്പർ ആവുക എന്നുള്ളതിനൊക്കെ അപ്പുറം കുറച്ചും കൂടെ നമ്മളൊരു ഫ്യൂച്ചറിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അത്തരം അവസരങ്ങളൊക്കെ എസ്പെഷ്യലി നമ്മുടെ ഈ രാജ്യത്തൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സാമിനേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദിസ് വീഡിയോ. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫോർ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. ചിലതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടതായിരിക്കും, ചിലത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ബട്ട് എന്തായാലും ഞാൻ എല്ലാ കുട്ടികളോടും പറയാനുള്ളതാണ്, നിങ്ങൾ വെറും സ്കൂളിലെ എക്സാമുകൾ മാത്രം എഴുതി സ്കൂളിലെ ടോപ്പറായിട്ട് ഇരുന്നാൽ പോരാ. നമ്മുടെ പൊസിഷൻ എവിടെയാണ്, നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു നാഷണൽ ലെവൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ് ലെവലിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കൂളിലെ ടോപ്പറാണ് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ വീടെടുത്താൽ അവിടുത്തെ ടോപ്പർ ഞാനാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓക്കെ, കാരണം നമ്മൾ ഏറ്റവും നല്ല സ്ഥാപനങ്ങളായാലും ഏറ്റവും നല്ല സ്കോളർഷിപ്പുകളായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും മറ്റുമൊക്കെ എഴുതിയിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെക്കാൾ മുകളിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അവസരങ്ങൾ നമ്മളെ തേടിയെത്തുക. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ്. ഇതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് 2 or 3 എക്സാംസ് എങ്കിലും എല്ലാ വർഷവും എഴുതിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്. ഇതുപോലത്തെ എക്സാംസ് നിങ്ങൾ ഒരു +2 കഴിഞ്ഞിട്ടൊക്കെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യുക, ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ആ ഒരു മോർ ഇമ്പോർട്ടൻ്റ്ലി ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എക്സാം സമയത്തുള്ള നമ്മുടെ ഒരു ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം എക്സാമുകൾ മാത്രമേ സഹായിക്കൂ. അല്ലാതെ നമ്മളിപ്പം യൂഷ്വലി എഴുതിക്കൊണ്ടിരിക്കുന്ന സ്കൂളിലെ എക്സാമുകളും A+ എക്സാമുകളൊന്നും അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. സോ ആദ്യം തന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ 2 എക്സാമുകൾ, അതായത് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ക്വാളിഫയിങ് എക്സാമുകളും അതല്ലാതെ പുറമെ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസും തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസുകൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസ് മോസ്റ്റ് ഓഫ് ദം എന്താണ്, MCQ ബേസ്ഡ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യനും 4-5 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലെ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ടെസ്റ്റ്. എന്നാൽ സ്കൂളിലെ എക്സാമിലേക്ക് വരികയാണെങ്കിൽ അത് സബ്ജക്റ്റീവ് എക്സാം ആണ്. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസറുകൾ എഴുതാൻ പറ്റും. ഓരോരുത്തരുടെയും ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ, അത് വാല്യൂ ചെയ്യുന്ന ടീച്ചർ അനുസരിച്ച് വരെ അവിടെ റിസൾട്ടിൽ വ്യത്യാസം വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആരെഴുതിയാലും ശരിയാണെങ്കിൽ മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് കിട്ടും. അപ്പോൾ വളരെ ഫിക്സഡ് ആണ് കാര്യങ്ങളൊക്കെ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. റാങ്ക് ലിസ്റ്റ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള റാങ്ക് ലിസ്റ്റാണ് അവിടെ പുറത്തിറങ്ങുക. എന്നാൽ സ്കൂളിൽ നമുക്ക് കിട്ടുന്നത് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പല ഗ്രേഡുകൾ പോസിബിൾ ആണ്. ഓക്കെ, സെയിം ഗ്രേഡ് ഒരുപാട് കുട്ടികൾക്ക് കിട്ടും. A+ എന്ന് പറയുന്ന ഗ്രേഡ് ഒരുപാട് കുട്ടികൾക്ക് കിട്ടാൻ എവിടെ പോസിബിൾ ആണ്, സ്കൂൾ എക്സാമിൽ പോസിബിൾ ആണ്. എന്നാൽ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റാങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് റാങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 1000 സ്കോളർഷിപ്സ് ആണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ ആ ടോപ്പ് 1000 മാത്രമേ അത് സെലക്ട് ചെയ്ത് കൊടുക്കുള്ളൂ. എന്നാൽ A+ അങ്ങനെയല്ല. A+ 1 ലക്ഷം ആളുകൾക്കും കിട്ടാം, ഫുൾ A+ വേണമെങ്കിൽ 2 ലക്ഷം ആളുകൾക്ക് വരെ കിട്ടാം. 1.25 ലക്ഷം കിട്ടിയ ചരിത്രം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇനി മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഒരൊറ്റ എക്സാമിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ NMMS അല്ലെങ്കിൽ അതുപോലത്തെ എക്സാംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ബേസിക് സയൻസ് ഉണ്ടാകും, സോഷ്യൽ സയൻസ് ഉണ്ടാകും, മാത്തമാറ്റിക്സ് ഉണ്ടാകും. അത് മാത്രമല്ല ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പുകളിലേക്കൊക്കെ ഉള്ള അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മളെ സഹായിക്കുന്നത് ആരാണ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. എന്നാൽ സ്കൂൾ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് മേ ബി റെഫർ ചെയ്തേക്കാം അല്ലെ, ആ ഒരു കാര്യമല്ല. ഇപ്പം 10th ആണെന്നുണ്ടെങ്കിൽ 11th അഡ്മിഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതല്ലാതെ വേറെ ഒരു ഗുണവും കാര്യമായിട്ട് നമ്മുടെ സ്കൂൾ റിസൾട്ട് കൊണ്ട് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇൻ ഹൈസ്കൂൾ എന്നുള്ളത്. നോർമലി നമ്മുടെ കേരളത്തിലെ കുട്ടികൾ +1 +2 എത്തുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങുക. അപ്പോഴേക്കും ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ടാകും. പിന്നെ മുന്നിലുള്ള അവസരങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അച്ചീവ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റ് എക്സാം ആയിട്ടുള്ള NTSE ആണ്. സോ ഈ ചാനൽ നമ്മുടെ XandY ടീമിൻ്റെ കൂടെ ഓൾറെഡി ഒരുപാട് കാലങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. എല്ലാ വർഷവും പ്രോപ്പർലി നടന്നുകൊണ്ടിരുന്ന എക്സാം കഴിഞ്ഞ 2 തവണ
ഇത് കണ്ടക്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം കണ്ടക്ട് ചെയ്തിട്ടില്ല. ഒരു തവണ കോവിഡ് കാരണം നീണ്ടുപോയി, അതങ്ങനെ കണ്ടക്ട് ചെയ്യാതെ പോയി. രണ്ടാമത്തെ തവണ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ എക്സാം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത വർഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ പിന്നീട് അറിയിക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അപ്പോൾ 100% ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും അനിശ്ചിതത്തിലാണ്, എന്ത് സംഭവിക്കുന്ന അറിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ NTSE എക്സാം ഉള്ളത്, നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഓൾ ഇന്ത്യ ലെവലിൽ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും എത്ര ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിരുന്നു നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോൾ ഈ വർഷവും അത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ പറയുന്നത്. 100% ഉറപ്പില്ല, എന്നാലും ആ ഒരു ഹോപ്പോട് കൂടി തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സോ 10th പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ സ്റ്റേജ് 1 സ്റ്റേജ് 2 2 സ്റ്റേജ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി 1250 റുപ്പീസ് പെർ മന്ത് നിങ്ങളുടെ +1 +2 ടൈമിലും അതിനേക്കാൾ കൂടിയ എമൗണ്ട് ഡിഗ്രി സമയത്തും അതേപോലെ തന്നെ PG സമയത്തൊക്കെ കിട്ടുന്ന ഒരുപാട് വർഷങ്ങളോളം സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്ന ഒരു എക്സാം തന്നെയാണ്. അതിലേറെ ഉപരി ഒരു മിനി സിവിൽ സർവീസ് എക്സാം ആയിട്ട് പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റിന് ഡ്രീം ചെയ്യാവുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ് NTSE എന്ന് പറയുന്നത്. അതിൽ മാത്തും സോഷ്യൽ സയൻസും സയൻസും അതുപോലെ മാത്തമാറ്റിക്സുമാണ് അതിൽ വരുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ യൂഷ്വലി ഈ ഒരു എക്സാം നടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ സമയത്താണ് നടക്കാറുള്ളത്. അപ്പോൾ ഈ ഇയറിൽ അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റും നവംബർ ഓർ ഡിസംബർ. ഓക്കെ, അപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾ ഇതൊരു ഓർമ്മയിൽ വെക്കാം, മൈൻഡിൽ വെക്കാം. മേ ബി നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലൊക്കെ ഗവൺമെന്റ് പുതിയ ഒരു അനൗൺസ്മെന്റ് വരുമായിരിക്കും. ഓക്കെ, ലെറ്റ് us ബി ഹോപ്പ്ഫുൾ. നെക്സ്റ്റ് വൺ NSTSE. അപ്പോൾ NTSEയുടെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NSTSE കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാം ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്. ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനം കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്, നാഷണൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അത് ഓൺലൈനായിട്ട് തന്നെ കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ക്യാഷ് അവാർഡ്സും ടാബ്ലറ്റുകളും അത്തരത്തിലുള്ള പ്രൈസുകളൊക്കെ നാഷണൽ ടോപ്പേഴ്സിന് കിട്ടും. സർട്ടിഫിക്കറ്റ്സും മെഡൽസും അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് കോഴ്സസ് ഒക്കെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ സ്റ്റേറ്റ് ടോപ്പേഴ്സിനും കിട്ടും. സോ അഗെയിൻ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം കൂടെയാണ് NSTSE. സയൻസും മാത്തമാറ്റിക്സും ബേസ്ഡ് ആണ് പ്രൈമറിലി ഈ ഒരു എക്സാം. അതിൽ മാത്ത് കൂടെ വരും, മെന്റൽ എബിലിറ്റി കൂടെ വരും. കണ്ടക്ടഡ് ബൈ യൂണിഫൈഡ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ടീമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതിന്റെ എക്സ്പെക്ടഡ് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ജനുവരി 28 ആണ്. അതിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു NSTSE ആകെ ഒരു ഓൺലൈൻ എക്സാമിൽ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. അതെന്താണ് ജനുവരി 28 2024 ജനുവരി 28 ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ SOF സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ പബ്ലിഷേഴ്സ് ആണ് MTG എന്ന് പറയുന്നത്. അപ്പോൾ MTG നടത്തുന്ന സെറ്റ് ഓഫ് എക്സാമിനേഷൻസ് ആണ് SOF എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് വെറും സയൻസ് മാത്ത് മാത്രമല്ല വെറൈറ്റി ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. നാഷണൽ സൈബർ ഒളിമ്പിയാഡും ഇന്റർനാഷണൽ GK ഒളിമ്പിയാഡും ഉണ്ട്. അപ്പോൾ സയൻസ് മാത്ത് മാത്രമല്ല GK ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സൈബർ IT റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ എഴുതാവുന്ന എക്സാം ആണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഈ ആദ്യത്തെ 2 അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പിയാഡ് ഉണ്ട്, നാഷണൽ സയൻസ് ഒളിമ്പിയാഡ് ഉണ്ട്, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഒളിമ്പിയാഡ് ഉണ്ട്. ഈ മൂന്ന് സബ്ജക്റ്റിലെ ഒളിമ്പിയാഡ്സും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്റർനാഷണൽ സോഷ്യൽ സയൻസ് ഒളിമ്പിയാഡ് വരെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ SOF കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് 3rd മുതൽ 10th വരെയാണ് ചെയ്യാൻ പറ്റുക. ഇത് 2 ലെവലായിട്ട് നടക്കുന്ന എക്സാമിനേഷൻ ആണ്. അത് മാത്രമല്ല ക്യാഷ് അവാർഡ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെ ടോപ്പേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട് നാഷണൽ ലെവലിലും സോണൽ ലെവലിലും സ്കൂൾ ലെവലിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവർ ആക്ച്വലി പല സ്കൂൾസിലും വിസിറ്റ് ചെയ്തിട്ട് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈൻ ആയിട്ട് നടത്താറുണ്ട്. അത് കൂടാതെ തന്നെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ ആയിട്ടും ഇവരുടെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡേറ്റ് വരുന്നത് ഏകദേശം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഡേറ്റുകളൊക്കെ ഫിക്സഡ് ആണ്. ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഡേറ്റുകളൊക്കെ അറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓർത്ത് വെക്കുക. ഈ ഒരു ഇയറിൽ തന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ നടക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ജിയോ ജീനിയസ്. ഇനി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മുഴുവൻ സയൻസും മാത്തും തന്നെയാണ്. മെയിൻലി ജിയോഗ്രഫി ബേസ്ഡ് ആയിട്ട് ഒരു ടീം നടത്തുന്ന എക്സാം ആണ് ജിയോ ജീനിയസ്. അപ്പോൾ ഇതിൽ 3 ലെവൽ എക്സാമിനേഷൻ വരെ ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എക്സാം കണ്ടക്ടഡ് ഇൻ 3 കാറ്റഗറീസ്. 3 കാറ്റഗറി ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഡിഫറെൻ്റ് അല്ല. 2 to 4 ഒരു സബ് ജൂനിയർ എന്ന് പറയുന്ന കാറ്റഗറി, 5 to 8 ജൂനിയർ കാറ്റഗറി, 9 to 12 സീനിയർ കാറ്റഗറിയാണ്. ക്യാഷ് അവാർഡ്സ്
ഫോർ ലെവൽ 3 വിന്നേഴ്സ്. ലെവൽ 3 കഴിഞ്ഞുള്ള വിന്നേഴ്സിനാണ് ക്യാഷ് അവാർഡ്സ് കിട്ടുക. സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മെഡൽസ് ഫോർ അതർ ലെവൽസ്. ദ 4 വിന്നേഴ്സ് ഓഫ് ദ സീനിയർ കാറ്റഗറി വിൽ റെപ്രസെന്റ് ഇന്ത്യ ഇൻ ദി ഇന്റർനാഷണൽ ജിയോഗ്രഫി ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 4 ആളുകൾക്ക്, സീനിയർ കാറ്റഗറിയിലെ 4 പേരെ എന്ത് ചെയ്യും, അതിനുവേണ്ടി സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് ആർക്കാണ്? അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമുള്ള, എസ്പെഷ്യലി ജിയോഗ്രഫി ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണിത്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഡിസംബർ 2023 ഇതിന്റെ ഫസ്റ്റ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് NMMS. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള എക്സാം ആണ്. ഇന്ത്യ മുഴുവൻ പല സ്റ്റേറ്റുകളിലും, എല്ലാ സ്റ്റേറ്റുകളിലും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന എക്സാം ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇത് എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ ആയിരിക്കണം. അതാണ് ഒരു കണ്ടീഷൻ. ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. പ്രൈവറ്റ് സ്കൂളുകളിൽ ഉള്ള കുട്ടികൾക്ക് എഴുതാൻ കഴിയില്ല. പിന്നെ സ്റ്റുഡൻസ് വിത്ത് എ ഫാമിലി ഇൻകം ലെസ് ദാൻ ₹3.5 lakh പെർ ആനം. 3.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ഫാമിലി ഇൻകം, എന്നാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഈ 2 കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് എഴുതാൻ പറ്റാറില്ല. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 9th മുതൽ 12th വരെ 4 വർഷം 48 മാസം 1000 രൂപ പെർ മന്ത് എന്ന് വെച്ചാൽ ടോട്ടൽ 48,000 റുപ്പീസിന്റെ സ്കോളർഷിപ്പ് എക്സാം ആണ്. ഈ കേരളത്തിൽ നിന്ന് ഏകദേശം 3473 കുട്ടികൾക്ക് എല്ലാ വർഷവും ഇത് കിട്ടാറുണ്ട്. അതിന് തന്നെ ഡിസ്ട്രിക്ട് വൈസ് എന്തുണ്ടായിരിക്കും, കട്ട് ഓഫുകളും ഡിസ്ട്രിക്ട് വൈസ് കോട്ടകളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഡിസംബർ, ഈ ഒരു വർഷം ലാസ്റ്റ് മന്തിലാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന NMMS എക്സാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒളിമ്പ്യാഡുകളാണ്. ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒഫീഷ്യൽ ഒളിമ്പ്യാഡ്. ഈ ഒളിമ്പ്യാഡിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് നമ്മൾ ഒളിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സിലൊക്കെ ഒരുപാട് പേര് പോകാറുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫിസിക്സിലും മാത്സിലും ഒക്കെ ഒളിമ്പിക്സ് പോലെ അക്കാഡമിക്സിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്കൊക്കെ ഇന്ത്യയിൽ നിന്നൊരു ടീം പോകാറുണ്ട് എല്ലാ വർഷവും. നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും ഇതുവരെ ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡിന് ആരും തന്നെ പോയിട്ടില്ല. കാരണം അത് അങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എക്സാംസ്, ഒന്ന് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡാണ്. ഇത് മെയിൻലി ഹൈസ്കൂൾ സ്റ്റുഡൻസിനാണ് ഉള്ളത്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് 8th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് എഴുതാം. ഫിസിക്സ് ഒളിമ്പ്യാഡ്, കെമിസ്ട്രി ഒളിമ്പ്യാഡ്, ബയോളജി ഒളിമ്പ്യാഡ്, അസ്ട്രോണമി ഒളിമ്പ്യാഡ്, ഇതൊക്കെ ഫസ്റ്റ് 11 and 12 പഠിക്കുന്ന സീനിയർ ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് ഈ സെപ്പറേറ്റ് എക്സാംസ്. ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡാണ് നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഉള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് അല്ല. ഇവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ബേസ്ഡ് ആണ്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജൂനിയർ സയൻസ് എഴുതാൻ കഴിയില്ല. കാരണം അവർ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിന് മുൻപ് ജനിച്ച കുട്ടികൾക്കാണ് ജൂനിയർ സയൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ തന്നെ വീഡിയോ ചെയ്യും. അപ്പോൾ അതിൽ നമുക്കറിയാം കറക്റ്റ് ഏത് ഡേറ്റ് മുതൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആളുകൾക്കാണ് ഇത് എഴുതാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അപ്പോൾ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ടൈം ആൻഡ് ഡേറ്റ് വരുന്നതും നവംബർ ഡിസംബർ സമയത്താണ്. സോ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനേഷനും ഈ ഒരു ലാസ്റ്റ് 2 monthsലാണ് ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും കണ്ടക്ട് ചെയ്യാറുള്ളത്. വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുൻപ് തന്നെ ആ ഒരു വർഷത്തെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ സ്കൂളിലെ കാര്യങ്ങളെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാൻ കഴിയില്ല. ഇനി 9th സ്റ്റാൻഡേർഡ് കുട്ടികൾക്കുള്ള ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് IISERയുടെ യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം. 9th പഠിക്കുന്ന കുട്ടികൾക്ക് മെറിറ്റ് ബേസ്ഡ് ആയിക്കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് 2 weeksന്റെ IISERയിൽ വെച്ച് നടത്തുന്ന സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെ കേട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയും അത് കണ്ടിട്ട് നമ്മുടെ XandYന്റെ കോഴ്സിൽ തന്നെയുള്ള ഒരു കുട്ടി, ഫഹ്മി കേട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയതിൽ. എന്നാൽ ഈ വർഷം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ചെയ്തു. അത് കണ്ടിട്ട് അഗെയിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റൊരു കുട്ടിക്കും കൂടെ എന്ത് ചെയ്തു, ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി മെയ് എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറന്റ് ഈ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വർഷവും 9th ക്ലാസ്സിൽ, അതായത് ഇനിയിപ്പം 9th സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ നെക്സ്റ്റ് മാർച്ച് ആവുന്ന സമയത്ത് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു അവസരം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. സ്റ്റഡീസും അക്കാഡമിക്സ് മാത്രമല്ല, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് എടുക്കുന്ന സെലക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് മാർച്ചിലാണ്. എന്ന് വെച്ചാൽ ഇപ്പം 9th സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികൾ അടുത്ത വർഷം മാർച്ചിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ 8th സ്റ്റാൻഡേർഡിന്റെ ആനുവൽ എക്സാംസിന്റെ മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ 8th ആനുവൽ എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു IISERയുടെ യുവിക പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, രാമാനുജൻ നാഷണൽ മാത്സ് ചാലഞ്ച്. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് രാമാനുജൻ നാഷണൽ മാത്സ് ചാലഞ്ച്. ഇത് ഫോർ ക്ലാസ്സസ് 4th to 12th, 4th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്രൈസ് മണി അപ് ടു ₹2 lakhs എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൈസ് മണി കൊടുക്കുന്നുണ്ട്. നാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, നാഷണൽ ട്രോഫി ഉണ്ട്, നാഷണൽ മെഡൽ ഉണ്ട്.
ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഡേറ്റ് 21st ആണ്, ഡിസംബർ 21 ഇതിന്റെ എക്സാം വരുന്നത്. ഓക്കെ, ഓൺലൈനായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മാത്സ് എക്സാം ആണ്. അപ്പോൾ ഇതിന്റെ സബ്ജക്ട് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, മാത്തമാറ്റിക്സ് മാത്രമാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ മാത്സ്, എസ്പെഷ്യലി മാത്സിൽ പാഷനേറ്റ് ആയിട്ടുള്ള, മാത്സ് ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്തത് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. 8, 9, 10 കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 8ലും 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന എക്സാം. ഇത് ക്യാഷ് അവാർഡ്സ് ഉണ്ടായിരിക്കും ടോപ്പേഴ്സിന്. അത് മാത്രമല്ല ഫ്രീ കോച്ചിങ് ഫ്രം IITians, NITians ആൻഡ് ഡോക്ടേഴ്സ് ഫോർ വിന്നേഴ്സിന് ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടും. 2 സ്റ്റേജ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. കണ്ടക്ടഡ് ബൈ സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സലൻസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജൂണിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്തു, 8th, 9th, 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് മന്തിൽ തന്നെ നടക്കാൻ പോകുന്ന എക്സാം ആണ് ഈ ഒരു നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമും കൂടെ അപ്ലൈ ചെയ്യണം. ആൻഡ് ഫൈനലി ആര്യഭട്ട നാഷണൽ മാത്ത് കോമ്പറ്റീഷൻ, സെയിം ടീം തന്നെ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി അതേ ടീം തന്നെ നടത്തുന്ന മറ്റൊരു എക്സാം ആണ്. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം പാറ്റേണിൽ നടക്കുന്ന സിമിലർ ടൈപ്പ് ഓഫ് എക്സാം ആണ്. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയ് മാസത്തിലാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രാമാനുജൻ എക്സാം ഈ പറഞ്ഞ ഡിസംബറിലും, അവർ തന്നെ കണ്ടക്ട് ചെയ്ത ആര്യഭട്ട മാത്സ് ചാലഞ്ച് എക്സാം എന്നാണ് മെയ് മാസത്തിലുമാണ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമുകളാണ് എനിക്ക് പരിചയപ്പെടുത്താനുണ്ടായിരുന്നത്. മോർ ദാൻ 10 എക്സാമിനേഷൻ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ഇതിൽ എത്ര എണ്ണം എഴുതാൻ നിങ്ങൾ ശ്രമിക്കും, അല്ലെങ്കിൽ എത്ര എണ്ണം നിങ്ങൾ എഴുതും എന്നുള്ളത് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇത്രയും എക്സാമുകൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് അത് ഞങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാൻ ഇഷ്ടമുള്ള, സയൻസ് ആൻഡ് മാത്തിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഒരു അംഗമാവുക. ഈ ഓരോ എക്സാമിന്റെയും അപ്ലിക്കേഷൻ ഡേറ്റും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള A to Z ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇനി ഇതിന് വേണ്ട ക്ലാസ്സുകളും വീഡിയോസും ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അത്തരത്തിലുള്ള ഒരുപാട് ലൈവ് ക്ലാസ്സസും ND ക്വിസുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.